അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പപ്പട ചമ്മന്തിയാണ്. അതിന് വേണ്ടത് ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു വലിയുള്ളി എടുക്കാമെന്ന്. പിന്നെ വലിയുള്ളിയും പപ്പടവും കായ്മുളക് കറിവേപ്പില ഇഞ്ചി തേങ്ങ എന്നൊക്കെയായി ഇതിന് വേണ്ടത്. എല്ലാ സാധനവും എടുത്തു വെച്ചതിന് ശേഷം ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം പപ്പടം നല്ലോണം വാട്ടിയെടുക്കുക. പപ്പടം ഓരോന്നോരോന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ കാണാം. ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഓരോന്നോരോന്നായിട്ട് വാട്ടിയെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പപ്പടം എടുക്കാം, എത്ര വേണ്ടിക്കലും എടുക്കാം. അങ്ങനെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനാൾക്കാർ ഇവിടെ ഇല്ല. മക്കൾക്കെല്ലാം പപ്പടം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പം പപ്പടം ഒന്ന് വാട്ടിയതിന് ശേഷം ഇതെല്ലാം പൊടിച്ചെടുക്കുക. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം വെളിച്ചെണ്ണയിലേക്ക് കായ്മുളക് ഇടുക. കായ്മുളക് ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയതിന് ശേഷം ഒരു ചെറുങ്ങനെ ഒന്ന് വാടിയെടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇടുക. ഇടേണ്ടത് ഇഞ്ചി കറിവേപ്പില ഉള്ളി എല്ലാം ഇട്ട് അതും ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളി ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാടിയാൽ മതി, അധികം കൂടുതലൊന്നും വാടുകയൊന്നും വേണ്ട. ചെറുങ്ങനെ ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ഇട്ട് ഒന്നുകൂടി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇടുക. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ച കായ്മുളക് ഇട്ട ശേഷം നേരത്തെ വഴറ്റി വെച്ച വലിയ ഉള്ളിയിലെ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ ഒരു കാര്യം മറന്നുപോയി, അതിലേക്ക് കുറച്ച് പുളി ഇടണം. പിന്നെ അതെല്ലാം നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നേരത്തെ പപ്പടം പൊടിച്ച് വെച്ചില്ലേ, ആ പപ്പടം പൊടിച്ച് വെച്ചതിൽ ഈ ചമ്മന്തി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കുക. നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഇതാക്കി വെച്ചാൽ മതി. അപ്പം നമ്മുടെ ചമ്മന്തി ഇപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിടണം. ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടില്ല. എന്താ വെച്ചാൽ പപ്പടത്തിൽ ഉപ്പുണ്ടോ കൂടുതലുണ്ടാവുമോ എന്തോ അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനില്ല, ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പം നമ്മളിതാ ചോറെടുത്തു കണ്ടോ. ചോറിലേക്ക് ഓരോരുള്ള ചമ്മന്തി വെച്ചു, പപ്പടത്തിൻ്റെ ചമ്മന്തി വെച്ചു. പിന്നെ കുറച്ച് ദിവസം മുന്നിട്ട് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചായിരുന്നു. അപ്പം അത് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാങ്ങ എടുത്ത് ചോറിലെടുത്ത് വെച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു തിന്നാൻ. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ചമ്മന്തിയും മാങ്ങ ഉപ്പിലിട്ടതും അതിൻ്റെ കുറച്ച് വെള്ളം കൂടിയിട്ട് നല്ല അടിപൊളി കുശാലായിട്ട് തിന്നു. പിന്നെ കുറച്ച് ദിവസം മുന്നിട്ട് അമ്മ മാങ്ങ അച്ചാറുണ്ടാക്കിയായിരുന്നു, പച്ചെണ്ണയിലുള്ള വാട്ടിയിട്ട്. അപ്പം അതും കൂടി ഇന്നത്തെ രാത്രിയത്തെ അടിപൊളി ഒരു കുശാലായിരുന്നു ഡിന്നർ. അപ്പോൾ ഓക്കെ, ബായ്.